നമസ്കാരം പ്രിയപ്പെട്ടവരെ. നാസർ റബാഹ് എന്ന ഒരു പലസ്തീൻ കവിയുടെ ഒരു കവിതയുടെ പരിഭാഷ എന്ന് വായിക്കുകയാണ്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് അമാനത്ത് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു സഹോദരനാണ്. ചിന്തയാണ് പ്രത്യേകിച്ചിരിക്കുന്നത്. അതിലൊരു ഭാഗമാണ്. നാസർ റബാഹ് 1963 ജനിച്ച മനുഷ്യനാണ്, പലസ്തീൻ കവിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ കവിതയിലേക്ക് നേരിട്ട് പോകുന്നു. ഓക്കെ. എങ്ങോട്ടാണെന്ന് ടാക്സി ഡ്രൈവർ എന്നോട് ചോദിച്ചില്ല. എങ്ങോട്ടാണെന്ന് ടാക്സി ഡ്രൈവർ എന്നോട് ചോദിച്ചില്ല. ഞാൻ കാര്യമാക്കിയതുമില്ല. കാരണം ഞങ്ങൾക്ക് പോകാൻ അടുത്തടുത്ത 3 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ: ചന്ത, ആശുപത്രി, ശ്മശാനം. അയാൾ ദീർഘസമയം മൗനിയായി. അയാൾക്ക് ദുഃഖത്തിനായി 3 ചിന്തകളുണ്ട്. 3ഉം അതേ കാറിനകത്ത്, തൊട്ടടുത്ത 3 ഇടങ്ങളിൽ. കറുത്ത ഷാളിട്ട ഒരു സ്ത്രീയുടെ ഫോട്ടോ, അയാളുടെ പട്ടിണിക്കോലം, ഒരു പക്ഷേ ഈ പാവം പിടിച്ച ഡ്രൈവർ പെട്ടെന്ന് ആരെയോ ശപിച്ചു. അയാൾ പേര് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതുമില്ല. എൻ്റെ മുന്നിൽ അപ്പോൾ 3 സാധ്യതകളാണ് ഉള്ളത്. എൻ്റെ മുന്നിലപ്പോൾ 3 സാധ്യതകളാണ് ഉള്ളത്. ചന്തയിൽ മാവ് വിൽക്കുന്നയാളെ ആവാം അയാൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സ്വയം ശപിച്ചതാവാം. കൂട്ടത്തിൽ ഞാനും ഒരു സാധ്യതയാണ്. ഇപ്പോൾ അയാൾ പതുങ്ങിയ ശബ്ദത്തിൽ ചിരിക്കുന്നു. പരിഹാസത്തിന് നമുക്ക് 3 സാധ്യതകൾ ഉണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പ്രകടിപ്പിച്ച ആഗ്രഹം, എല്ലാം കണക്കാണെന്ന അയാളുടെ മറുപടി, അല്ലെങ്കിൽ അയാൾ കരയാതിരിക്കാൻ ശ്രമിക്കുന്നതുമാകാം. ഞങ്ങൾ 3 പേരും കൂടി കെണിയിലകപ്പെടുന്നു. ഡ്രൈവർ ഭാവനയിൽ എവിടെയോ ഒരു ഷെല്ലാക്രമണത്തിൻ്റെ ശബ്ദം പിന്തുടരുന്നു. ഞാൻ മുങ്ങിത്താഴുന്നവൻ്റെ കൈകൾ പോലെയുള്ള പൊട്ടിയ ജനൽ ചില്ലകൾ നിരീക്ഷിക്കുന്നു. ഞങ്ങൾക്കിടയിൽ മൗനം ആഴമുള്ള ഇരുണ്ട കുഴിയായി മാറുന്നു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളല്ലാതെ വഴിയിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് മുമ്പേ ദൈവവിളി കേട്ട വീടുകൾ. അത്തരമൊരു വീടിന് മുമ്പിൽ ഞാൻ ഒരാളെ കണ്ടു. അത് ഞാനാണെന്ന് ഭാവന ചെയ്തു. ഈ വീട് എൻ്റേതായിരുന്നെങ്കിൽ ഞാനും ഡ്രൈവർ